ഒറ്റക്കെട്ടായി പന്ത് തട്ടാമെന്ന പേരിൽ സൂപ്പർ ലീഗ് കേരള സംഘടിപ്പിക്കുന്ന സൂപ്പർ പാസ് കേരള റിലേ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ച് നടന്ന ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ MLA, മുൻ ഇന്ത്യൻ ഫുട്ബോളർ M സുരേഷ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലുടനീളം 1000 കിലോമീറ്ററുകളായി നടത്തപ്പെടുന്ന പരിപാടി ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് ഈ നമ്മുടെ പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ മുൻ സന്തോഷ് ട്രോഫി താരമായിട്ടുള്ള സലീംകുട്ടി സാറിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ISL മാതൃകയിലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് വരുന്നത്. അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഈ റാലി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടത്. എല്ലാ സ്ഥലത്തും സ്കൂൾ കുട്ടികളും കായിക താരങ്ങളും പഴയ കാല താരങ്ങളൊക്കെ ഇതിലെല്ലാം അണിചേരുന്നുണ്ട്. ഇവരെന്നെ വിളിച്ചതിന് തുടക്കം പ്രതീക്ഷാപൂർവ്വമാണ്. ഇവരാദ്യമായിട്ടായിരിക്കും ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് ഈ വണ്ടി കയറുന്നത്, അല്ലേ? അതെ. അപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ മാനസിക ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ മുഖ്യധാരയിലാണോ എന്ന് അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഉദ്ദേശിച്ചത്. അത് അതിലെത്തിക്കാനുള്ള എല്ലാവരെയും അതുമായി സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷകളുടെ കന്യാസ്ത്രീകളും ആണിവിടെ. ഈ 10-20 കുട്ടികളുണ്ട്. ഇവരെ കണ്ടാത്ര എല്ലാം തോന്നും. ഇവരെല്ലാം മെജോറിറ്റി ആളുകളും ദേശീയ സംസ്ഥാന തലങ്ങളിലെല്ലാം ഇവിടെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവരുടെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിച്ച് പ്രതീക്ഷാഭവനിലെ സിസ്റ്റർമാരും സ്റ്റാഫുമെല്ലാം മക്കളെ പോലെ നോക്കുന്ന ഒരു വലിയൊരു കുടുംബമാണത്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവരെയും ഓക്കെ. ആദ്യം ഓക്കെ. കഴിഞ്ഞിട്ട് നല്ലൊരു പാട്ട് നടക്കുക.
ആദിശേഷശായിയ ആദിയന്തഹീലനേ ആത്മബന്ധുവാണ് നീ ശാന്തൂരവാസരേ ആദിശേഷശായിയ ആദിയന്തഹീലനേ ആത്മബന്ധുവാണ് നീ ശാന്തൂരവാസരേ മത്സ്യകഷ്ടമദാര സിംഹമനാമൂർത്തേ മത്സ്യജേവരയിൽ നിറഞ്ഞതു നിൻ സുദർശന കീർത്തേ ചിൻ സ്വരൂപമടച്ചുവൻ മനസ്സിനൻ ഉദിച്ചു വരേണേ പാഹി 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 പങ്കജനാഭ പത്മനാഭ പാഹി 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 പങ്കജനാഭ പത്മനാഭ ശിരസാഗരം തന്മുന്നിൽ ഉലകദിനം പോറ്റുമ്പോൾ ശിരസാഗരം തന്നിൽ നീ ഉലകദിനം പോറ്റുമ്പോൾ ആപശകുലശാപങ്ങൾ നീ കടലയാറ്റിടേ ആപശകുലശാപങ്ങൾ നീ കടലയാറ്റിടേ ആദി പണ്ട് മാവേലി ആരാണെന്ന് അറിയാമോ? വലിയ ഒരു മഹാരാജാവായിരുന്നു മഹാബലി തമ്പുരാൻ. പണ്ട് രാജവാസമുള്ള കാലമായിരുന്നു. അപ്പൊ മാവേലി ഇങ്ങനെ വാഴുന്ന കാലത്ത് കള്ളവുമില്ല, ചതിയുമില്ല, നുണ പറയത്തില്ല, അടിയില്ല, പിടിയില്ല, പണമില്ലായ്മയില്ല. എല്ലാ മനുഷ്യർക്കും പൈസയും വസ്ത്രവും എവിടത്തിരിക്കാനും മാവേലി കൊടുക്കുമായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദേവേന്ദ്രൻ ഭൂമിയിലോട്ട് നോക്കുമ്പോൾ ഭൂമിയും സ്വർഗത്തെ പോലെ മറപ്പിങ്ങനെ ആറാടുന്നു. ഒരു ഗുരുജനങ്ങൾ പോലും സങ്കടങ്ങളില്ല. ദേവേന്ദ്രൻ ഓടിച്ചെന്ന് വിഷ്ണുവിന്റെ അടുത്തോട്ട് പറഞ്ഞു, പ്രഭു, ഈ കണക്കിലാണ് ഭൂമിയുടെ പോക്കുമില്ല, സ്വർഗരാജ്യം ഇല്ലാതെ വരും, സ്വർഗത്തെക്കാൾ സുന്ദരമാകും ഭൂമി, അതുകൊണ്ട് അവിടെ ചെയ്തേ പറ്റുമെന്ന് ദേവേന്ദ്രൻ. വിഷ്ണു ആലോചിച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷ്ണു വാമന്റെ രൂപത്തിൽ നമ്മുടെ മാവേലി തമ്പുരാന്റെ അടുത്തെത്തി. മാവേലി തമ്പുരാൻ കൊച്ചു വരുന്നതെന്ന് ചോദിച്ചു, എന്താ ഇത്ര വിഷമം എന്ന് ചോദിച്ചു. എനിക്ക് 3 മണ്ണ് വേണമെന്ന് പറഞ്ഞു. എനിക്ക് മാവേലി നോക്കിയപ്പോൾ ചെറിയ കുട്ടി, ആ കുഞ്ഞിക്കാര്യം കൊണ്ട് 3 മണ്ണ് അളന്നെടുത്തിട്ട് എന്തിനാ അത്രയും വേണ്ടതാണ്. അപ്പൊ
നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി അവതരത്തോളം പറഞ്ഞു. മാവേലി ഒരു വാക്ക് പറഞ്ഞ വ്യത്യാസം വളർന്നു ഒന്നാമത്തെ അടി നടന്നപ്പോഴത്തേക്കും ഭൂമി മലയാളം മൊത്തം തീർക്കും. രണ്ടാമത് വെച്ചപ്പോൾ ആകാശവും കഴിയും. ഇനി മൂന്നാമത്തെ വെക്കുന്ന സ്ഥലമില്ല. ഇനി എന്ത് ചെയ്യും എന്നോർത്ത് മാവന്. അപ്പൊ മാവേലി തന്നെ തന്റെ കിരീട ഊരി വാമനന്റെ കൈക്ക് വെച്ചിട്ട് പറഞ്ഞു, മൂന്നാമത്തെ അടി എന്ന് തല ചോദിക്കൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ട മാവേലി തലയിൽ ഒട്ടുകാലം ചോദിച്ചു. മാവേലി ഒന്നും പിളർന്ന് പാതാളത്തോട് പറഞ്ഞു. പോകുന്ന വഴിക്ക് മാവേലി പറഞ്ഞു, എനിക്ക് നിന്നോട് വേറെ ചോദിക്കണം. എന്തുവരെ ചോദിച്ചോളാൻ പറഞ്ഞു. എനിക്ക് എല്ലാ വർഷവും എന്റെ പ്രേരണ കണ്ണു കാണാൻ സാധിക്കുന്നുള്ളൂ. അന്ന് ഒരാൾ ചിങ്ങമാസത്തിൽ തിരുവോണനാൾ വന്ന പ്രജകളെ കണ്ടോളാൻ പറഞ്ഞു. അന്ന് ഞാൻ ചിങ്ങമാസത്തിൽ തിരുവോണനാൾ വളർന്ന് ഇതായിട്ട് കൊണ്ടാടുന്നു. അതാണ് നമ്മുടെ അട്ടപ്പൂക്കളൊക്കെ ഇട്ട് വലിയ സദ്യ